നമ്മളെല്ലാം ഈ മായയിൽപ്പെട്ട് ഉഴലുന്നവരാണ്. അതുകൊണ്ടാണ് ഈ നശിച്ചു പോകുന്ന കാര്യങ്ങളൊക്കെയാണ് സത്യം എന്ന് നിലയ്ക്കുന്നത്. അതുകൊണ്ട് മായയുടെ സ്വരൂപം അങ്ങനെയാണ്. മിഥ്യയായിരിക്കുന്ന വസ്തുക്കളെ സത്യമാണെന്ന് തോന്നിക്കും. അതാണ് മായയുടെ സ്വരൂപം. അപ്പൊ അങ്ങനെയുള്ള മായയെ കൂട്ടുപിടിക്കുന്നു. ഇതിന് ഭഗവാൻ എടുക്കുന്ന രൂപം മായാ മോഹന വേഷമാണ്. വേഷം എടുത്തു എന്ന് മറ്റുള്ളവർക്ക് തോന്നുകയും ചെയ്യും, എന്നാൽ താൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത്, അല്ലെ സ്വരൂപം എന്ന് പറയുന്നത്. ഒന്നിനോടും യാതൊരുവിധ ബന്ധവുമില്ല. പക്ഷെ എല്ലാവർക്കും തോന്നും ഞാൻ എല്ലാത്തിലും പെട്ടു നിൽക്കുന്നവനാണെന്ന് തോന്നിക്കുകയും ചെയ്യും. അതാണ് ഭഗവാന്റെ സ്വരൂപം. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകുമ്പോഴും ഒന്നും ബാക്കി വെക്കാതെ പോകുന്നതിന്റെ കാരണം. നമ്മളൊക്കെ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ മിച്ചം ഇടും, ഇടില്ലേ? നമ്മൾ പോകുമ്പോ എന്താ വിട്ടേച്ചു പോവാ? ഈ ശരീരത്തെ നമ്മൾ വിട്ടേച്ചു. പക്ഷെ ഭഗവാൻ പോകുമ്പോൾ തന്റെ ശരീരം പോലും ഇവിടെ ഉണ്ടാവണില്ല. ഒന്നും ബാലൻസ് ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്, ആ മായാ സ്വരൂപമായതുകൊണ്ടാണ്. എന്തായാലും അങ്ങനെയുള്ള ആ പരബ്രഹ്മ സ്വരൂപം തന്റെ ഭക്തരായിരിക്കുന്ന ദേവകിയുടെയും വസുദേവരുടെയും 8ാമത്തെ പുത്രനായിട്ടാണ് അവതരിക്കുന്നത്. അവതരിക്കാനുള്ള കാരണം നമ്മള് ഭഗവാന്റെ അവതാരത്തിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഭഗവാന്റെ അവതാരത്തിന്റെ പിന്നിലെല്ലാം ഒരു ഭക്തന്റെ കയ്യൊപ്പുണ്ടാവും. ഒരു ഭക്തനാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണമായി ഭവിക്കുക. ഇവിടെ ഭഗവാന്റെ തന്നെ ധർമ്മപത്നിമാരിൽ ഒരുവളായിരിക്കുന്ന ഭൂമിദേവിയാണ് ഭഗവാന്റെ അവതാരത്തിന് കാരണം. കാരണം ഭൂമിദേവിക്ക് തന്റെ മുകളിലുണ്ടാവുന്ന ഭാരത്തെ, ചില കാര്യങ്ങളുടെ ഭാരം ഭഗവതി താങ്ങില്ല എന്ന് പറയാം. ഒന്ന്, ദുഷ്ടന്മാരുടെ വർധന, അത് ഭഗവതി താങ്ങില്ല. രണ്ടാമത് മഹത്തരമായിരിക്കുന്ന ഗ്രന്ഥങ്ങൾ, മഹത് ഗ്രന്ഥങ്ങൾ, ഭാഗവതാദി പുരാണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും ഒക്കെ വെറും നിലത്ത് വെച്ചാൽ അതിന്റെ ഭാരം ഭഗവതി താങ്ങില്ല. അതുപോലെ നിലവിളക്ക്, അത് വെറും നിലത്ത് വെക്കാൻ പാടില്ല, അതിന്റെ ഭാരം ഭഗവതി താങ്ങില്ല. ഇങ്ങനെ ചില വസ്തുക്കള് ഭഗവതിക്ക് താങ്ങാൻ പറ്റില്ല ഭാരം. കാരണം അതൊക്കെ അത്രമാത്രം വൈശിഷ്ട്യമേറിയതായതുകൊണ്ടാണ് അതിന്റെ ഒന്നും ഭാരം താങ്ങാൻ വയ്യുന്നത്. എന്നാൽ ദുഷ്ടന്മാരുടെ ഭാരം അങ്ങനെയല്ല, സജ്ജനങ്ങൾക്ക് ദോഷമുണ്ടാക്കുന്നതായതുകൊണ്ട് അത് ഭഗവതി താങ്ങില്ല എന്നാണ്. അതുകൊണ്ട് അങ്ങനെ ദുഷ്ടന്മാരുടേതായിരിക്കുന്ന ആ ഭാരം വർദ്ധിച്ചു കഴിഞ്ഞപ്പോ ഭഗവതി ഗോരൂപം പ്രാപിച്ചു എന്നാണ്, പശുവിന്റെ രൂപം പ്രാപിച്ചു എന്നാണ്. എന്താ ഈ ഗോരൂപം പ്രാപിക്കാൻ കാരണം? ഗോ എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നൊരർത്ഥമുണ്ട്, പശു എന്നർത്ഥമുണ്ട്. അങ്ങനെ 24ൽ പരം അർത്ഥങ്ങൾ ഉണ്ടെന്ന് പറയാം ഒരൊറ്റ ശബ്ദത്തിൽ.